എല്ലാ ജോണറുകളും ആസിഫ് അലി ഉണ്ട്. സോ വാട്ട് മേക്സ് ആസിഫ് അലി സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആസിഫ് അലിയുടെ ടാലന്റ് തന്നെയാണ്. ദാറ്റ് മേക്സ് ആസിഫ് അലി സ്പെഷ്യൽ ഫോർ മീ. അതർ ദാൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബ്രദർ. ടാലന്റ് തന്നെയാണ്. ഓരോ സിനിമയിലും നമ്മൾ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യാത്ത ഇപ്പോൾ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയൊക്കെ ആസിഫിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞാൽ കെട്ടുകൊണ്ടാണ് മാലാഖയിലെ ശ്രീവാച്ചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോൾ ഒരു സുഹൃത്തിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആസിഫിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത്. ഇപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അല്ലെങ്കിൽ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവർ രണ്ടുപേരും ഇടിച്ചിടിച്ച് നിൽക്കുകയും ചെയ്യുന്നത് ഒരു പാനിന്റെ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു. ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പോൾ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഇൻസ്പിറേഷൻ, ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള. പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല. രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ, ഒരിക്കലും അല്ല. ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഓൺലൈൻ മീഡിയയുടെ ഉള്ളതുകൊണ്ട് പറയാണ് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല. അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ തോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിൽ പെടുന്ന പടമല്ല ഇത്. ആസിഫിന് അതായത് ഈ സിനിമയിൽ ബീച്ചറിന്റെ കൂടെ എൻ്റെ മുഖവും കൂടെ കണ്ടപ്പോൾ, അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട്, പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൊത്തത്തിൽ മാറ്റി പിടിച്ചപ്പോൾ, അതായത് ഇപ്പോൾ സാധാരണ ജിസ്റ്റർ പടങ്ങളിൽ ഉണ്ടാകുന്ന കേക്ക് മുറിക്കുന്ന കത്തിക്ക് പകരം ഇവിടെ ശരിക്കുള്ള കത്തി, ചിരിക്കുന്ന ആസിഫ് അലിക്ക് പകരം റഫായ ആസിഫ് അലി, ആ മാറ്റം പാടായിരുന്നു. അല്ല, അങ്ങനെ പാടെന്ന് പറയാൻ പറ്റില്ല. പലരും ഓർക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ ബൈസൈക്കിൾ ഫ്യൂസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, ആ സമയത്ത് 2013 ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്പിറ്റേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് തന്നെ. അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ സ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത്. അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പോൾ തലവൻ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും തിരക്കഥ താങ്കൾ തന്നെയായിരുന്നല്ലോ. ഈ തവണ എന്തുകൊണ്ടാണ് പുതിയ രണ്ടുപേരെ വെച്ച്? നല്ല ചോദ്യം. ഇതുവരെയുള്ള സിനിമകളിലൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു. ഇതിൽ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്, സംഭാഷണവും സംവിധാനമാണ്. ഇതിൽ ശരത്തും ആനന്ദും രണ്ടുപേരാണ്. ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ്, ആനന്ദിനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന. രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു, ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഭംഗിയായിട്ട് എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, രസമായിട്ട് തന്നെ അവർ എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി. ഇപ്പൊ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ സ്റ്റാർസിന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു രണ്ടുപേരതായിട്ടുള്ള സ്പേസ് വേണം, അവരുടെ ഇമോഷണൽ കണക്ട് വേണം, നമുക്കത് കണക്ട് ആണ്. സോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവല്ലോ. കാരണം സ്ക്രീൻ പ്ലേ സെക്കൻഡ് എഴുതാത്തപ്പോൾ അതിന്റെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതാത്തപ്പോൾ എന്നുള്ളതല്ല, അത് സെറ്റിലേക്ക് വന്നിട്ട് എവറി ഡേ ഞാൻ ആ പ്രോസസ്സിലുണ്ടായിരുന്നു. ഈവൻ എവറി ഡേ ആസിഫിനൊക്കെ അറിയാം, നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒരു സീൻ പോലും ഇല്ല. നല്ല ചോദ്യമാണ്. അതായത് ഇപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖങ്ങളായിട്ട്, മറ്റു മുഖങ്ങളുണ്ട്, പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ്. രണ്ടും ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസ് ആവുന്ന ഒരു 8 ദിവസം കൂടി 9 ദിവസം കൂടി ഉണ്ട്. വേറെ ഒരു ക്ലെയിമിങ് ഞാനിവിടെ ചെയ്യുന്നില്ല. ഭയങ്കര ഉദാത്തമായ ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് പറയൂ, നിങ്ങളാണ് പറയേണ്ടത്. പ്രേക്ഷകൻ കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്തത് ശരിയാണ്, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുക. ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ ചോദിച്ചത്. ഈ സിനിമയിൽ വല്ല ഡബ് ചെയ്തിട്ടുണ്ടോ? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം.
അത് മാറ്റിയോ? ഞാൻ മാറ്റി. അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിങ്ങളെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ, വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി, അത് തലവനിലും ഉണ്ടായിരുന്നു. തലവനില് ആദ്യം മുതല്, അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു. ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക്, ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഞാൻ എടുത്തു പറയണം എന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട്. ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാനിതിന്റെ 3 വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു. ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത് ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ് സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയല്ലോ, അത് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടു ആ ചോദ്യം. ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ചോദ്യം മാറി എഡിറ്റിംഗ് ഉണ്ടല്ലേ, അങ്ങനെ മാറി. അതൊക്കെ ഈ ബിജു ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പം അനുരാഗ് ചെയ്യുമ്പോൾ അത് പുതിയൊരു ജോണർ, അതായത് ലവ് സ്റ്റോറിയിൽ തന്നെ പുതിയൊരു കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി ഓപ്പൺ ആയതാണ്. വെള്ളിമൂങ്ങ ഉണ്ടാക്കിയ ഒരു ജോണർ ഷിഫ്റ്റ് നമുക്കറിയാം. അങ്ങനെയുള്ള തമാശകൾ വന്നതാണ്. അപ്പം ആ മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്നുള്ള രീതിയിലും ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അത് ഇപ്പം എത്രത്തോളം മാറിയിട്ടുണ്ട് ആ റാപ്പൊക്കെ? ബിജേട്ടൻ എനിക്ക് ഒരു സിനിമ ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചിറക്കാന്നാണ് എപ്പോഴും ബിജേട്ടൻ വിളിക്കാറുള്ളത്. അത് ബിജേട്ടൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല. ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബിജേട്ടനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബിജേട്ടന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ബിജേട്ടൻ ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബിജേട്ടൻ. അപ്പൊ ബിജേട്ടൻ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അതും വലിയൊരു ധൈര്യമായിരുന്നു. നായികമാരോടാണ് സാധാരണ ഈ ജിസ് ജോയ് സിനിമകളിൽ ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാനോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും ഇഷ്ടത്തിൽ അപകടത്തിൽപ്പെടുത്താനാണ് നായകന്മാര് വരാറ്. അങ്ങനെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് പറയുമ്പോ? സാധാരണ ജിസ് ജോയ് സിനിമകളിൽ ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാൻ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകന്മാർ പൊതുവിൽ വരാറ്. അങ്ങനെ എന്തെങ്കിലും ഒരു മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യമേ വന്നില്ല. കാരണം ആദ്യമേ വിളിച്ചപ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത്. അപ്പോ എന്താ പറയുന്നത്, ആക്ച്വലി ഈ പടം ജിസ്റ്റേട്ടനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം. ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജിസ്റ്റേട്ടന്റെ ഫിലിം ബിജു മേനൻ ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ജിസ്റ്റേട്ടൻ കഴിഞ്ഞ ഇന്നാള് അതിന് ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്ത് ജിസ്റ്റേട്ടൻ പടം ചെയ്യാണല്ലോ, എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ വെറുതെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചല്ലോ, ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം കോള് വന്നപ്പോഴാണ് ഇതെന്താണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ? എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും. അതിങ്ങനെ സംഭവിക്കുന്ന ക്യാരക്ടേഴ്സിന് ആപ്റ്റായിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണല്ലോ, എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. എന്നാലും ഒരു എന്താ പറയുന്നത്, എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ പറയാൻ ഉള്ള ഒരു സാഹചര്യമുള്ളൂ. അല്ല, ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല, നന്മമരമാക്കാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു എന്റേതൊരു വേറെ തന്നെ ഒരു വഴിയാണ്. അന്വേഷണത്തിന്റെ ഒരു വല്ലാത്ത മുഖത്തിലേക്ക് അന്വേഷണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലൂസ് കൊടുക്കുന്ന കഥാപാത്രമാണ് അനുശ്രീ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി നോക്കി പറയാം. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടെ അറ്റത്തിരുന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരണമെന്ന് കിട്ടണില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പറഞ്ഞതുപോലെ നമുക്ക് 24-ാം തീയതി പടം എല്ലാവരും കണ്ടതിന് ശേഷം സംസാരിക്കാം. ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസസിൽ ഒന്നാണ് നസീർക്ക ഈ സിനിമയിലൂടെ നിങ്ങളെ ഞെട്ടിക്കും. സ്ഥിരം പോലീസാണെന്ന് ചോദിക്കുന്നില്ലേ? അന്വേഷിപ്പിക്കേണ്ടത് പോലീസായിരുന്നില്ല. അതെ, പിന്നെയും പോലീസല്ല, ഇതിലും പോലീസാണ്, DNA പോലീസ് മറ്റേ ലെഫ്റ്റനന്റ് ജനറൽ പദവി പോലെ കിട്ടും എന്തെങ്കിലും. കിട്ടണം, അത് മേടിച്ചിട്ട് ഞാൻ പോകും. അല്ല, ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ്, അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത് കൊള്ളാവുന്നതുകൊണ്ടല്ലടാ വിളിക്കുന്നത്, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നത്. പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുമെന്ന് പറയുന്നവർക്ക് അത് പറയാനേ പറ്റുള്ളൂ, വേഷം തരാൻ പറ്റില്ലല്ലോ. അപ്പൊ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഷാജോൺ എന്ത് പറയാനാ? ഷാജോൺ സന്തോഷം, അവൻ ഊരിയിട്ട് ഉപ്പായി ഇപ്പൊ എന്താ ചെത്തായി. അങ്ങനെയല്ല, ഇതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. വിസ്മയോട്ട് ഞങ്ങൾ എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ, എത്രയോ കൊല്ലത്തെ പരിചയമാണ്. അത് പറയണം. അതായത് ഞാനും ജയസൂര്യയും കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം, ഞാൻ പറയാം 1998-99 ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ചെയ്യും. 2-man ഷോയാണ്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും ജയസൂര്യ മാത്രമുള്ള ഷോയാണ്, വേറെ ആരുമില്ല, വേറെ ബേർഡൻസ് ഒന്നുമില്ല, ഒരു മൈക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്നിടയിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിനെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ്. അത് അവന് നസീർക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ, കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ജയസൂര്യക്ക് നസീർക്ക അതിലൊരു ആ ട്രൂപ്പിൽ ഒരു അംഗമാക്കി. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അന്ന് മുതൽ ഈ പറഞ്ഞ മിക്കയുടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നു, എനിക്ക് ഓർക്കാത്തോണ്ടാണ് ജയസൂര്യയുടെ കൂടെ. അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീർക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു എത്ര സുഹൃത്തായി എന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ധൈര്യമില്ല. കാരണം നമുക്ക് പിന്നെ കൈയെടുക്കരുത്. താങ്ക് യു. എന്തായാലും വന്നതിലും രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നശ്വരമാക്കിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് പറയണം. താങ്ക് യു. പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടുള്ള ചോദ്യമാണ് ഇപ്പോൾ. ടെർബോ ഇറങ്ങുന്നു, അതൊരു പ്രധാനപ്പെട്ട, നിങ്ങൾ അതിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ല, സീരിയസ്ലി നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ സിനിമ റിലീസ് 24th നേരത്തെ പ്ലാൻ ചെയ്തതാണ്. 24-ാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതും. ടർബോ 13-ാം തീയതി, ജൂൺ 13-ാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിന് 3 ആഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അവർ 23-ാം തീയതിക്ക് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടമില്ലാതായിപ്പോയി. അതെ, നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ. വെക്കേഷൻ തീരുന്നു, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെയുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ ടബോടെ? അല്ലേ? എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണല്ലേ? അല്ല, ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ 2 ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ.
എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫ് ആയിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പോൾ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടർബോ പ്രീപോണ്ട് ചെയ്ത് 23 വന്നത്. വൈശാഖനല്ലേ, പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഭയങ്കര ഗ്രാൻഡ്യൂറിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 13 ഒരു 2 ആഴ്ച കൂടെ തള്ളുമായിരിക്കും, പണി തീരണ്ടേ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം പറയുന്നത് 24th എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുമായിരുന്നു. കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ്. കാരണം അറിയാലോ, ഒന്നും കൂടുതലൊന്നും പറയാൻ. സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് നമുക്ക് എന്ന ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും. തീർച്ചയായിട്ടും അതൊരു അങ്ങനൊരു തരത്തിൽ നമ്മൾ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് 3-ാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നു, 5-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു, മഴ വരാൻ പോകുന്നു. അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 23rd ടർബോ എന്ന്. അത് കഴിഞ്ഞ് 24th നമ്മൾ അറിയാം, നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ്, നമ്മുടേത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കെയിലിംഗുള്ള സിനിമയാണ്. എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ സിനിമ വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം, അവരെയും കൂടെ വിജയിപ്പിക്കണം. ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ എത്ര തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ OTT-യിലേക്ക് കൈമാറുക. ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ OTT-യിലേക്ക് പോയി. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോവുമോ? ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ OTT-യിൽ അല്ല, ഇതെന്താ അറിയോ, നമ്മളൊരു പ്രീ കമ്മിറ്റ്മെന്റ് ഉള്ളതാണല്ലോ. നമ്മൾ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പം OTT എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വലിയ സ്കെയിലിൽ സിനിമകൾ എടുക്കുമ്പം നമ്മൾക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലേ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആവേശം കാണുമ്പം ആവേശം ഹ്യൂജ് സ്കെയിലുള്ളൊരു സിനിമയാണ്. ആ സിനിമ ആ ബഡ്ജറ്റിൽ നിങ്ങൾ മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട്, വലിയ ബഡ്ജറ്റിലുള്ള മറ്റു ഭാഷാ സിനിമകൾ കാണുന്നുണ്ട്. നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ നോക്കുമ്പോൾ അങ്ങനെ നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിന് ശ്രമിക്കുമ്പം അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല. ആവേശം വലിയ 30 കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതുമായിട്ട് മുന്നോട്ട് പോവുക? അപ്പം നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിച്ചേ പറ്റൂ. സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററിൽ കാണുക. നമ്മൾ മാക്സിമം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത്തരം സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് അത്രയും വലിയ സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഉറപ്പായിട്ടും നമ്മൾ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സിനിമകൾക്ക്. ടിക്കറ്റൊക്കെ ഒരു എനിക്ക് 8 months ആണ് എൻ്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പീരീഡ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ ഉണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടണ്ടോ എന്നൊക്കെ അറിയാൻ വന്നതാണ്. കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോഴും നടക്കാനൊരു വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 8 months ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാനുള്ളൊരു ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് കാര്യം ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുതെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക. അതാണ് ഇതുവരെയുള്ള പ്ലാൻ. ഓക്കെ അല്ലേ? വൈൻഡ് ചെയ്താലും താങ്ക് യു.